വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഇന്നൊരു സെറ്റ് അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കൂട്ടത്തിലുള്ള മിക്കവാറും ആൾക്കാരും ഡീമൺ സ്ലെയറിൻ്റെ ഫാൻസ് ആണെന്ന് എൻ്റെ ഒരു കരുതൽ. അപ്പോൾ ഇന്ന് ആ ഫാൻസിന് വേണ്ടി നമ്മളുടെ അൺബോക്സിങ് എന്താണെന്ന് വെച്ചാൽ ഡീമൺ സ്ലെയർ താഞ്ചിറോ കമാൻഡോവിൻ്റെ ആക്ഷൻ ഫിഗർ. അതും വെറും 17 സെൻറ്റിമീറ്ററാണ്. പക്ഷേ സെറ്റാക്കണം, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അതൊന്നും ഞാൻ പറയില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സാധനങ്ങളുടെ കയ്യതിയുണ്ട്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ 170 സെൻറ്റിമീറ്റർ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴാണ് സാധനം ഇത്രയേ ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. നമ്മുടെ ഐക്കോണിക് സാധനം കൂടെ എത്തിയുണ്ടേ. നമ്മുടെ ഐക്കോണിക് യൂണിക് റയറായ കത്തി കാണാണ്ട് പോയിരിക്കുന്നു. മിസ്സിങ് ആയി, എന്ത് ചെയ്യാനാ ഗൈസ്. ഭയങ്കര ഹാർഡാണ് കാർഡ്ബോർഡ്. കുഴപ്പമില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളൂ. പ്രൊഫഷണൽ അൺബോക്സറിൻ്റെ അടുത്താണ് കളി. അപ്പോൾ ഗൈസ്, കാണുന്നവരൊന്ന് ദയവായി സപ്പോർട്ട് ചെയ്യുക, ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് വലിയ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉണ്ടായിട്ടല്ല ഈ വീഡിയോ ഇടണേ. അത് നമ്മൾ കാശൊക്കെ മുടക്കി വീഡിയോ ഇട്ടിട്ട് ആരും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ സഡായിട്ടോ. മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇന്നലെ തുടങ്ങിയൊന്നും യൂട്യൂബ് ചാനലല്ല ഇത്, എന്നിട്ടും എനിക്ക് ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ. സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യാനാ. ടേപ്പൊക്കെ പറിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പൊളിക്കാം ഗൈസ്, പൊളിച്ചിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളെൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് തരണം. ഇതാണ് നമ്മുടെ താഞ്ചിറോ കമാൻഡോ. ഞാൻ മൊത്തം ഡീമൺ സ്ലെയർ കണ്ടു തീർക്കുന്ന ആളായതുകൊണ്ട് എനിക്കൊരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ട് ഡീമൺ സ്ലെയറിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കാണാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ കാണാൻ പറ്റുമോ ഫ്രണ്ട്സ്? ഈ ഉള്ളിലിരിക്കുന്ന ആളാണ് നമ്മുടെ താഞ്ചിറോ. നമുക്കവിടെ ഒരു ഫോമുണ്ട്, ബബിൾ റാപ്പർ വെച്ച് മൂട്ടിയേക്കുക. അയ്യോ, അതൊക്കെ നമ്മൾ തുറന്നു. അപ്പോൾ കഴിച്ച് നമ്മൾ ബബിൾ റാപ്പറേയും തുറന്നിട്ടുണ്ട്. ആദ്യം തന്നെ കിട്ടുന്ന താഞ്ചിറോൻ്റെ സ്ക്വാഡാണ്, ദാറ്റ് മീൻസ് കറ്റാന. എല്ലാം റബ്ബർ മോഡലാണ് ഫ്രണ്ട്സ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്, അതുകൊണ്ട് റബ്ബറാണെന്ന് കണ്ടാൽ മനസ്സിലാവാം. എല്ലാം അസംബിൾ ചെയ്യണം നമുക്ക്. പിന്നെ നമ്മുടെ മെയിൻ ബോഡിയായ താഞ്ചിറോൻ്റെ ഓവർസ്യൂട്ടും ഡിസ്ട്രോയറിൻ്റെ യൂണിഫോമും അല്ല, ഡീറ്റെയിലിങ്ങിനൊന്നും ഒരു കുറവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഞാനത് വാങ്ങിച്ച് 500 രൂപയ്ക്കാണ്. 500 രൂപയ്ക്ക് ഇത് ലാഭം, പക്കാ ലാഭം. പിന്നെ ഇതൊരു സ്റ്റാൻഡാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, നമ്മളൊന്ന് അസംബിൾ ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്, കണ്ടല്ലോ, നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, കാലിൻ്റെ അടിയിൽ 2 ഓട്ടകളുണ്ട്, അതാണ് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വലിയ ഓട്ട അതുള്ള വലിയ സ്ഥലത്ത് വയ്ക്കുക, നേരം ഫിറ്റാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാല് വെച്ചു, ഇനി അടുത്ത കാല് വയ്ക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിയും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കില്ല. യെസ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ലുക്ക്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.